സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ലൈസൻസിന്റെയും RC-യുടെയും പ്രിന്റിംഗ് നിലച്ചിട്ട് മാസങ്ങൾ പിന്നിടുകയാണ്. പ്രിന്റിംഗ് കമ്പനിക്ക് ലക്ഷങ്ങളുടെ കുടിശ്ശിക നൽകാനുള്ളതാണ് കഴിഞ്ഞ നവംബർ മുതൽ പ്രിന്റിംഗ് നിലയ്ക്കാൻ കാരണം. അതിനിടെ അച്ചടിക്ക് പുതിയ കരാർ നൽകണം എന്നാണ് ധനവകുപ്പിന്റെ നിലപാട്. നിലവിലുള്ളത് തന്നെ മതി എന്ന് ഗതാഗത വകുപ്പും പറയുന്നു. ഏതാനും ദിവസങ്ങൾക്കകം പ്രശ്നം പരിഹരിക്കുമെന്നാണ് ഗതാഗത മന്ത്രി നിയമസഭയിൽ ഇന്ന് പറഞ്ഞത്. 8 ലക്ഷത്തോളം വരുന്ന ആളുകളാണ് ഗതാഗത വകുപ്പിന്റെ കയ്യിൽ പണമില്ലാത്തതിനാൽ സ്വന്തം ലൈസൻസും RC-യും ലഭിക്കാതെ വഴിമുട്ടിയത്. ലൈസൻസിന്റെയും RC-യുടെയും അച്ചടി കരാറിൽ ഗതാഗത വകുപ്പുകൾക്ക് 2 നിലപാടായതോടെ വിഷയം മന്ത്രിസഭയ്ക്ക് മുന്നിലെത്താനാണ് സാധ്യത. അച്ചടിക്കുള്ള കരാർ മാറ്റാൻ സ്വകാര്യ കമ്പനികൾ ചരടുവലി നടത്തുന്നുവെന്ന ആരോപണം ശക്തമാണ്. ചില സ്വകാര്യ കമ്പനികൾക്കായി ധനവകുപ്പിലെ ചില ഉദ്യോഗസ്ഥർ കരാർ മാറ്റി നൽകുന്നതിന് വാശി പിടിക്കുന്നെന്നും ആരോപണമുണ്ട്. 5 വർഷത്തെ കരാറിൽ പൊതുമേഖലാ സ്ഥാപനമായ ഇന്ത്യൻ ടെലിഫോൺ ഇൻഡസ്ട്രീസാണ് കാർഡുകൾ അച്ചടിക്കുന്നത്. ഇത് ലംഘിച്ച് പുതിയ കരാർ നൽകിയാൽ വിഷയം കോടതി കയറും. ഇങ്ങനെ പോയാൽ നിലവിലുള്ള പ്രതിസന്ധി ഇനിയും നീളാനാണ് സാധ്യത. ഞങ്ങൾ RC ബുക്ക് കിട്ടാത്ത കാരണം ഞങ്ങൾക്ക് ഇൻഷുറൻസ് പുതുക്കാൻ പറ്റുന്നില്ല, വണ്ടികളുടെ അറ്റകുറ്റകൾ പണികൾ ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ വണ്ടി എവിടെയെങ്കിലും തട്ടേ മുട്ടേ ചെയ്താൽ അതിൻ്റെ പേപ്പർ കൊണ്ടുവന്ന് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ക്ലിയർ ചെയ്ത് കൊണ്ടുവരാൻ ഒരുപാട് സമയമെടുക്കുന്നുണ്ട്. RT ഓഫീസിൽ ചോദിക്കുമ്പോഴത്തേക്ക് അവർ പറയുന്ന മറുപടി എന്ന് പറഞ്ഞാൽ പൈസ അടയ്ക്കാത്തത് കൊണ്ട് അവർ ഇത് അടിച്ചു കൊടുക്കുന്നില്ലെന്നാണ് പറയുന്നത്. നവംബർ 27-നാണ് സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ലൈസൻസുകളുടെയും RC-യുടെയും അച്ചടി നിലച്ചത്. അച്ചടിച്ച് നൽകുന്ന കമ്പനിക്ക് കുടിശ്ശിക ആയതോടെയാണ് ലൈസൻസ് വിതരണം നിന്നത്. 66 ലക്ഷം രൂപയാണ് കുടിശ്ശികയെന്നും ഇത് ധനവകുപ്പിന്റെ പരിഗണനയിലാണെന്നും ഗതാഗത മന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കി. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഈ പ്രശ്നത്തിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാക്കുകയും ഒരു 3-4 അടി പ്രിൻറ്റിങ് തുടങ്ങിയാൽ 3-4 ആഴ്ചയ്ക്കുള്ളിൽ നമ്മളിത് കൊടുക്കും. പിന്നെ നമ്മൾ ധനകാര്യ വകുപ്പിനെ ബുദ്ധിമുട്ടിക്കില്ല. ഇതിപ്പോൾ അടിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ പ്രശ്നം പരിഹരിച്ചാൽ അത് പ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞൊരു വിഷയം വരും. തപാലുകാർ പറയും ഞങ്ങളുടെ പൈസ എന്ന് പറയും. അത് കുഴപ്പമുണ്ടാക്കണ്ടെന്ന് വിചാരിച്ച് അങ്ങ് പറഞ്ഞതുപോലെ ഈ അടിച്ചു തീരുന്ന മുഴുവൻ കാർഡുകളും അതാത് RTO ഓഫീസിലേക്ക് അടിയന്തരമായി എത്തിച്ചു കൊടുത്ത് വിതരണം ചെയ്യാനുള്ള നടപടി നമ്മൾ സ്വീകരിക്കും. നവംബർ മുതൽ 4 ലക്ഷം ലൈസൻസും 5 ലക്ഷം RC-യും അച്ചടിക്കാതെ കിടക്കുകയാണ്. ടാക്സി പെർമിറ്റുകൾ എടുക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് സാധാരണക്കാർ. ഒരു താത്കാലിക രേഖ പോലും ലഭ്യമാക്കാൻ മോട്ടോർ വാഹന വകുപ്പ് തയ്യാറാകുന്നില്ലെന്നും മാസങ്ങളായി കാത്തിരിക്കുന്നവർ പറയുന്നു. ഇനിയും അച്ചടി പുനരാരംഭിച്ചില്ലെങ്കിൽ പ്രതിസന്ധിക്ക് പരിഹാരമാകാൻ കാലങ്ങളെടുത്തേക്കും. 60 രൂപ പോലും ഒരു കാർഡിന് ചിലവാകാത്തപ്പോൾ തന്നെയാണ് ഒരാളുടെ കയ്യിൽ നിന്ന് മോട്ടോർ വാഹന വകുപ്പ് 200 രൂപ മുതൽ ഫീസായി ഈടാക്കുന്നത്. ഫീസുമടച്ച് കാർഡിനായി കാത്തിരിക്കുന്നത് ലക്ഷങ്ങളാണ്. ഉടനടി ശരിയാക്കുമെന്ന് പറയാതെ ഇവർക്കൊക്കെ കൃത്യമായി മറുപടി നൽകേണ്ട ഉത്തരവാദിത്തം അത് വകുപ്പിനും സംസ്ഥാന സർക്കാരിനുമുണ്ട്. അഖിൽ ഷാ അൻസാർ, 24, തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. കുടിശ്ശിക തീർക്കുന്നതിന് പകരം പുതിയ കരാറിനെ ചൊല്ലി ധനവകുപ്പും ഗതാഗത വകുപ്പും അധികാരവടംവലി തുടരുമ്പോൾ വലയുന്നത് ലക്ഷക്കണക്കിന് സാധാരണക്കാരാണ്. ഏകദേശം 8 ലക്ഷത്തോളം പേരാണ് ലൈസൻസിനും RC-ക്കുമായി കാത്തിരിക്കുന്നത്. കേൾക്കാം അവർക്ക് പറയാനുള്ളത്. നവംബർ മുതൽ ഇന്ന് വരെയുള്ള ഇത്രയും ആപ്ലിക്കേഷൻ കൊടുത്തതിൽ ഒരു ലൈസൻസ് പോലും വന്നിട്ടില്ല. അങ്ങനെ നമ്മുടെ ഓഫീസിൽ നിരന്തരം ഈ കസ്റ്റമർ വന്ന് ചോദിച്ചു അവർ തന്നെ ഒരു ആശയക്കുഴപ്പത്തിലാണ്. നമുക്കിത് തിരിച്ചു കൊടുക്കാൻ പറ്റില്ല. അവർ ചോദിക്കുന്നത് നമ്മൾ അടച്ചില്ല എന്നാണ് അവരുടെ പരാതി. ലൈസൻസ് പുതുക്കാൻ കൊടുത്തിട്ട് ഞാൻ ഏകദേശം 2-2.5 മാസത്തോളമായി. സ്വന്തമായിട്ട് നമ്മൾ ഫീസ് അടച്ചാണ് റെസിപ്റ്റ് എല്ലാം കയ്യിൽ വെച്ചിട്ടാണ് ഇരിക്കുന്നത്. പക്ഷേ ഇന്ന് വരെയും നമുക്ക് ലൈസൻസ് എന്നുള്ള സാധനം കൈ കിട്ടിയിട്ടില്ല. അപ്പോൾ ഇത് വാലിഡ് ആയിട്ടുള്ള ഒരു പ്രൂഫാണ്. നമുക്ക് എവിടെയെങ്കിലും പോകണമെങ്കിലും ആരെങ്കിലും കാണിക്കണമെങ്കിലും ഈ ലൈസൻസ് വളരെ ഒരു ഉപകാരപ്പെട്ട കാര്യമാണ്. പക്ഷേ അത് നമുക്ക് തിരിച്ച് കിട്ടാതിരുന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും? ലൈസൻസിന് അപേക്ഷിച്ചിട്ട് 3 മാസമായി, ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഫീസ് കാര്യങ്ങളെല്ലാം അടച്ചിട്ടുണ്ടായിരുന്നു. ലൈസൻസ് ഇതുവരെ പോസ്റ്റ് വഴി നമ്മളെ കയ്യിൽ കിട്ടിയിട്ടില്ല. ഇപ്പോൾ ഇന്ന് പോലീസ് പിടിച്ചാലും എടുത്ത് കാണിക്കാനായിട്ട് ഒരു പ്രൂഫ്, വണ്ടി ഓട്ടിക്കാനുള്ള ലൈസൻസിൻ്റെ കാണിക്കാനൊരു പ്രൂഫ് നമ്മളെ കയ്യിലില്ല. ഒരുപാട് പാവപ്പെട്ടവരുടെ ബുക്ക്, RC ബുക്കുകളും പിന്നെ അതുപോലെ തന്നെ ഈ ഇൻഷുറൻസ്, ലൈസൻസ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒരുപാട് ബ്ലോക്കായി കിടക്കുകയാണ്. അതിന് മാക്സിമം നിങ്ങൾ അതുപോലെ തന്നെ പുതിയ റീടെസ്റ്റുകൾ എത്രയോ പാവപ്പെട്ട ആൾക്കാർ ഇല്ലാത്ത പൈസ മുടക്കി ഒരുപാട് കാശുകൾ മുടക്കി പിന്നെ റീടെസ്റ്റിന് വേണ്ടി കൊണ്ടുവന്നു. റീടെസ്റ്റ് ഒന്നും ഇതുവരെയും ക്ലിയർ ആയിട്ടില്ല.